ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീര് മായ്ക്കാനണയുന്നവൻ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ. എന്നാത്മാവിലെ ചുടുനെടുവീർപ്പുകൾ എല്ലാം ആനന്ദമായെന്നും മാറ്റുന്നവൻ. എൻ്റെ അകതാരിലേറും മുറിപ്പാടുകൾ മൃദുസ്നേഹത്താൽ സുഖമാക്കാനണയുന്നവൻ. അവൻ കരുണാമയൻ എൻ പരിപാലകൻ, എന്നെ അറിവോടെ കാക്കുമെൻ ഈശോ. അവൻ കരുണാമയൻ എൻ പരിപാലകൻ, എന്നെ അറിവോടെ കാക്കുമെൻ ഈശോ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീര് മായ്ക്കാനണയുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. ഞാൻ കിടന്നുറങ്ങി, കർത്താവിനെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. I lay down and slept, I awoke, for the Lord sustained me. ആമേൻ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരമായ കർത്താവേ, ഞങ്ങളുടെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. സങ്കീർത്തനങ്ങൾ 3 അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ദൈവമക്കൾ ഇന്ന് വായിക്കണം. നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത് അതിൻ്റെ 5-6 വാക്യങ്ങളാണ്. ഡിഡ് യു സ്ലീപ്പ് വെൽ? നിങ്ങൾ നന്നായി ഉറങ്ങുന്നുവോ? നാം എത്ര നന്നായി ഉറങ്ങുന്നു എന്നുള്ളത് ചിലപ്പോൾ നാം ദൈവത്തിൽ എത്രമാത്രമായി ആശ്രയിക്കുന്നു എന്നതിന് ഒരു തെളിവാണ്. ദാവീദ് പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു. 5-ാമത്തെ വാക്യം. എല്ലായ്പ്പോഴും ഇങ്ങനെ സുഖമായി ഉറങ്ങാം എന്ന് നാം ചിന്തിക്കാറുണ്ട്, അല്ലേ? നമുക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഉറക്കമില്ലെങ്കിൽ, ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മളുടെ സുഖസൗകര്യങ്ങളെല്ലാം അർത്ഥശൂന്യമാണ്. എന്നാൽ ദാവീദ് ആയിരുന്ന അവസ്ഥയിൽ ഇപ്പോൾ നാം ആയിരുന്നാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ദാവീദിന് എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ ആ സങ്കീർത്തന ഭാഗങ്ങൾ ഒന്ന് നന്നായി വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. തനിക്കെതിരായി തിരിഞ്ഞ, തന്നെ യെരുശലേമിൽ നിന്ന് ഓടിച്ചുവിട്ട തൻ്റെ മകൻ അബ്സലോമിൽ നിന്ന് ദാവീദ് ഓടിപ്പോവുകയാണ്. ഇപ്പോൾ ദാവീദ് തൻ്റെ പട്ടാളവുമായി മരുഭൂമിയിലാണ്. താൻ ആപത്തുകൾ നിറഞ്ഞ ഒരു മരുഭൂമിയിലാണെന്നും തൻ്റെ മകൻ തനിക്കെതിരാണെന്നും അറിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ശാരീരിക ആപത്തല്ല ദാവീദിൻ്റെ ഉറക്കം കെടുത്തുന്നത്. ദൈവം തന്നെ സംരക്ഷിക്കും എന്ന് ദാവീദിന് അറിയാമായിരുന്നു.
തൻ്റെ സ്വന്തം രക്തവും മാംസവുമായ തൻ്റെ മകൻ തൻ്റെ രാജ്യം തന്നിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു എന്ന വസ്തുതയാണ് ദാവീദിൻ്റെ ആത്മീയവും വൈകാരികവുമായ വേദനയ്ക്ക് കാരണം. ചില സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരഭിമുഖീകരിക്കുന്ന വലിയൊരു വേദന എന്ന് പറയുന്നത് കർത്താവിന് അവരുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ, ഹൃദയം കർത്താവിനായി കൊടുക്കുമ്പോൾ, ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾ എതിരാകും, മക്കളെതിരാകും, ബന്ധുമിത്രാദികൾ എതിരാകും. ആ സമയത്ത് അവർ നമ്മളോട് കാണിക്കുന്ന പെരുമാറ്റവും മനോഭാവവും സംസാരവും ഒക്കെ ശാരീരികമായി വേദനിപ്പിക്കുന്നതിനേക്കാൾ വളരെ ആഴമേറിയ വേദനയായിരിക്കും നാം ആ സമയത്ത് അനുഭവിക്കുന്നത്. അതുതന്നെയാണ് ദാവീദിനും ഉണ്ടായത്. ഈ ദാവീദിൻ്റെ അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ഒരു ഉഴവ് കാളയെപ്പോലെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് തൻ്റെ ചോരയും നീരും എല്ലാം, ചോരയും വെള്ളവും തൻ്റെ ആയുസ് മുഴുവനും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ, ഒരുപക്ഷെ ഗൾഫിൽ അങ്ങനെയുള്ള രാജ്യത്ത് കിടന്ന് സമ്പാദിച്ച് എല്ലാ നാട്ടിലോട്ട് അയച്ച് ഇവിടെ നാട്ടുകാർക്ക് കുടുംബക്കാർക്ക് എല്ലാം സുരക്ഷിതമായി. പക്ഷേ താൻ തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് താൻ അവിടെ സമ്പാദിച്ചതൊന്നും ഇവിടെ ഇല്ല. തന്നെപ്പോലും തൻ്റെ കുടുംബക്കാർക്ക് വേണ്ട എന്നുള്ള അവസ്ഥ. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിന് ഈ ഒരു അവസ്ഥ ചാടിക്കടക്കുവാനായിട്ട് കഴിഞ്ഞു. ഫലത്തിൽ ദാവീദ് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിൽ സമാധാനം തന്നു, എനിക്ക് വേണ്ട സംരക്ഷണം നീ തരുന്നു, എനിക്ക് ഭാവി പ്രതീക്ഷ നീ തരുന്നു. ഈ പ്രയാസമേറിയ സാഹചര്യത്തിൽ നീ എന്നെ സഹായിക്കുന്നു. ഏത് പ്രശ്നത്തിൻ്റെയും ഹൃദയമെന്നത് ഹൃദയത്തിലെ പ്രശ്നമാണ്. തനിക്ക് ചുറ്റും പാളയമടിച്ചിരിക്കുന്ന ശത്രുക്കളല്ല, പ്രത്യുത ഹൃദയത്തിലെ വേദനയാണ് തൻ്റെ ഉറക്കം കെടുത്തുന്നത് എന്ന് ദാവീദിന് അറിയാമായിരുന്നു. ദാവീദിനെ പോലെ നമ്മളിൽ പലർക്കും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എന്നാൽ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ നമ്മളെക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം ദാവീദിൻ്റെ വിലാപത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. കർത്താവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. ഒന്നാമത്തെ വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. അവൻ സഹായത്തിനായി അപേക്ഷിക്കുന്നു. ആ സങ്കീർത്തനം അവസാനിക്കുന്നത് ദാവീദിൻ്റെ ഒരു സ്തുതിഗീതത്തോടു കൂടിയാണ്. അത് 8ാമത്തെ വാക്യത്തിലുണ്ട്. നമ്മളുടെ ദിവസം ആരംഭിക്കുന്നത് സഹായത്തിനായിട്ടുള്ള ഒരു അപേക്ഷയോടു കൂടി ആയിരിക്കണം. എന്നാൽ നമ്മൾ അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ തന്ന സഹായത്തിന് സ്തുതി പാടിക്കൊണ്ട് ആ ദിവസം അവസാനിപ്പിക്കുവാൻ സാധിക്കും. എന്നോട് ചേർന്നൊരു ആമേൻ പറയാവൂ? ആമേൻ. പ്രയാസമേറിയ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ സമാധാനത്തെയും ഭാവിയെയും കവർന്നെടുക്കും. നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളിൽ ആകുമ്പോഴും ഭീകരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും നമ്മൾ നമ്മളുടെ പ്രയാസങ്ങളെ സമ്മതിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കണം. ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നതിൽ ഉത്സാഹഭരിതരാകുക. ഈ കൊടുങ്കാറ്റുകളുടെ നടുവിൽ ദൈവം നമുക്ക് ആശ്വാസം നൽകും നിശ്ചയം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും അവിടുത്തെ പുത്രം വഴി കേൾക്കുന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ അവിടുന്ന് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കൂട്ടായ്മകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ തന്നെ താഴ്ന്നു പോകാതെ അവിടുത്തെ ഉള്ളം കയ്യിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ശാരീരിക വേദനയുടെ നടുവിലും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം
പ്രിയമക്കളുടെ മേൽ വെച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ സകല ദുഷ്ടശക്തിയിൽ നിന്ന് മക്കളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ രക്തം കവർ ചെയ്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ വ്യാപരിക്കുന്ന എല്ലാ ഭയവും നിരാശയും വിട്ടുമാറട്ടെ. ധൈര്യത്തോടെ അവരുടെ മുന്നിൽ വരുന്ന എല്ലാ വിഷയങ്ങളെയും തരണം ചെയ്ത് അങ്ങയിൽ ആശ്രയിച്ച് ബലമായി ഭീരുക്കളാകാതെ ബലവാന്മാരായി മുന്നോട്ട് ഓടുവാൻ മക്കളെ സഹായിക്കണം. ഈ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റഷ്യയും ഉക്രൈനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയും ഓസ്ട്രേലിയയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുവചന പ്രഘോഷണത്തിനായി ലോകത്തിൻ്റെ നാനാഭാഗത്തും അവിടുന്ന് അയച്ചിരിക്കുന്ന എല്ലാ സുവിശേഷ പ്രഘോഷകരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ലോകത്തിൻ്റെ നാനാഭാഗത്തും വിവിധ ഇടങ്ങളിൽ ജയിലറകളിൽ അടക്കപ്പെട്ട ഓരോ സുവിശേഷ പ്രഘോഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ ഒത്തിരി സുവിശേഷകർ ശാരീരികമായും മാനസികമായും പീഡനയേറ്റ് മുറിവേൽപ്പിക്കപ്പെട്ട് മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ, അവിടുന്ന് അവരെ ആശ്വസിപ്പിക്കണമേ. ബലം പകരണമേ. ഇരട്ടി പങ്ക് അഭിഷേകത്താൽ അവരെ നിറയ്ക്കണം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എൻ വഴിത്താരയിൽ പിങ്ങും പൊരിമേനലിൽ എന്നും സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ, എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാനണയുന്നവൻ, അവൻ മാമനായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെൻ ഈശോ. അവൻ മാമനായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെൻ ഈശോ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ, ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ, മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ